ഗൈസ്, വെൽക്കം ടു ഇമ്പൾസ്. സോ നമ്മൾ നോക്കാൻ പോകുന്ന ഡ്രഗ് ഡിസ്ട്രിബ്യൂഷൻ ആൻഡ് മെറ്റാബോളിസം ആണ് കേട്ടോ. സോ എങ്ങനെയാണ് ഡ്രഗ് ബോഡിയിൽ ഡിസ്ട്രിബ്യൂട്ട് ആവുന്നത്, എങ്ങനെയാണ് മെറ്റാബോളിക് പ്രോസസ്സ് നടക്കുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെയാണ്. സോ ബേസിക്കലി ഡ്രഗ് ഡിസ്ട്രിബ്യൂട്ട് ആകുന്ന മെറ്റാബോളിസം ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ഒരുപാട് ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് ഇനി വരാൻ പോകുന്ന ഇയറുകളിൽ ചോദിക്കാം. ഇപ്പോൾ ചോദിക്കും, ഞാൻ ഒരിക്കലും പറയില്ല, വരാൻ പോകുന്ന ഇയറുകളിലായിരിക്കും കൂടുതലും ചോദിക്കുക. കാര്യം അങ്ങനെയാണ് ഇതിൻ്റെ ബേസിക് കാര്യങ്ങൾ കേട്ടോ. സോ അതിന് മുന്നേ ഞാൻ എങ്ങനെയാണ് ഡിസ്ട്രിബ്യൂഷൻ മെറ്റാബോളിസം നടക്കുന്ന ഒരു ഓവർവ്യൂ തരാം കേട്ടോ. സോ ഞാൻ ഓൾറെഡി പറഞ്ഞ കാര്യമാണ്. സോ നമ്മൾ ഡൈജസ്റ്റീവ് സിസ്റ്റം ഉണ്ട് കേട്ടോ. സോ ഡൈജസ്റ്റീവ് സിസ്റ്റത്തിലൂടെയാണ് നമുക്ക് ബേസിക്കലി ഓറൽ ഡ്രഗ്സുകളൊക്കെ പോകുന്നതല്ലോ, എല്ലാവർക്കും അറിയാവുന്ന കാര്യം കൂടെയാണ് അല്ലേ. സോ നമ്മുടെ ഡൈജസ്റ്റ് സിസ്റ്റം ഉണ്ട്, നമ്മുടെ ഓറൽ ഡ്രഗ് വരുന്നു, സ്റ്റൊമക്കിലേക്ക് വരുന്നു. ഇതാണ് നമ്മുടെ സ്റ്റൊമക്ക് കേട്ടോ. സോ സ്റ്റൊമക്കിലേക്ക് ഡ്രഗ് വന്നു കഴിഞ്ഞാൽ നമുക്കിവിടെ ഒരു മ്യൂക്കോസൽ ബാരിയർ ഉണ്ട്, മ്യൂക്കോസൽ ബാരിയർ. സോ മ്യൂക്കോസൽ ബാരിയർ വഴി നമ്മുടെ ലിവർ വഴി കടന്ന് നമ്മുടെ പോർട്ടൽ വെയിനിൽ കൂടെ കടന്ന് ബ്ലഡും ബ്രെയിനിലേക്കുമാണ് നമ്മുടെ ഡ്രഗ് എത്തുന്നത്. ഇതാണ് നോർമലി ഫ്ലോ. എന്നാൽ നമ്മുടെ ലിവറിൻ്റെ അവിടെയും നമ്മുടെ ഈ മ്യൂക്കോസൽ ബാരിയറിൻ്റെ അവിടെയും ഡ്രഗ് ചില സമയങ്ങളിൽ അബ്സോർപ്ഷൻ നടക്കാറില്ല. കാര്യം എന്തുകൊണ്ടാണ്? ഡ്രഗ് അവിടെ വെച്ച് ഡീഗ്രേഡ് ചെയ്ത് പോകാറുണ്ട്. അതിനെയാണ് നമ്മൾ ഫസ്റ്റ് പാസ് മെറ്റബോളിസം എന്ന് പറയുന്നത്. മറന്നു പോകരുത്, ഇമ്പോർട്ടൻറ്റ് കാര്യമാണ്. നിങ്ങൾ ഫാർമസി പഠിക്കുന്നത് കൊണ്ട്, ഫാർമക്കോളജി പഠിക്കുന്നതുകൊണ്ട് എന്താണ് ഫസ്റ്റ് പാസ് മെറ്റബോളിസം എന്ന് പറഞ്ഞാൽ ഡീഗ്രഡേഷൻ ഓഫ് ഡ്രഗ് ഇൻ ദി മ്യൂക്കോസൽ ബാരിയർ ആൻഡ് ലീവർ ആണ് നമ്മൾ ഫസ്റ്റ് പാസ് മെറ്റബോളിസം എന്ന് പറയുന്നത്. സോ ഇത് സ്കിപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു പ്രോസസ്സ് എന്ന് വെച്ചാൽ നമുക്ക് നടക്കാൻ ടൈം എടുക്കും കേട്ടോ. ഈ അബ്സോർപ്ഷൻ, ഇവിടെ നടക്കുന്ന അബ്സോർപ്ഷൻ പലതരത്തിലാണ്. ആക്റ്റീവ് ഉണ്ടാകാം, പാസീവ് അബ്സോർപ്ഷൻ ആകാം, ഡിഫ്യൂഷൻ ആകാം, എന്ത് വേണമെങ്കിലും ആകാം കേട്ടോ. സോ എൻഗൾഫിങ് ആകാം, അതൊക്കെ വേറെ പെർസ്പെക്റ്റീവ് ഇപ്പം നോക്കേണ്ട ആവശ്യമില്ല, നമുക്കത് വിട്ടേക്കാം. സോ നമ്മൾ ഇത് സ്കിപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ IV കൊടുക്കുന്നത്, ഡയറക്റ്റ് ബ്ലഡിലേക്ക് കൊടുക്കുന്നു. സോ ബ്രെയിനിലേക്കും ഹാർട്ടിലേക്കും എത്തുന്നു. ഇതാണ് എന്ത് അബ്സോർപ്ഷനും ഡിസ്ട്രിബ്യൂഷൻ നടക്കുന്ന ഒരു ബേസിക് മെക്കാനിസം ഓഫ് ഐഡിയ. ഇത് മനസ്സിലാക്കി വെച്ചിട്ട് വേണം ബാക്കിയുള്ള കാര്യങ്ങൾ പഠിക്കാനായിട്ട്. ബേസിക് ആയിട്ടുള്ള മെക്കാനിസം നിങ്ങൾ പഠിച്ചു, അല്ലെങ്കിൽ എന്താണ് എന്നുള്ളത് പഠിച്ചു. സോ നമ്മൾ നോക്കാൻ പോകുന്ന ഡ്രഗ് ഡിസ്ട്രിബ്യൂഷൻ ചെയ്യുന്നത് എങ്ങനെയാണ്. ദ ഫസ്റ്റ് തിങ് ഇസ് കോൺസെൻട്രേഷൻ ഗ്രേഡിയൻ്റ് ആണ്. സോ എന്താണ് ഈ കോൺസെൻട്രേഷൻ ഗ്രേഡിയൻ്റ്? അതായത് ഇപ്പോൾ എക്സാമ്പിൾ പറയുവാണെന്നുണ്ടെങ്കിൽ ഇവിടെ ലോവർ കോൺസെൻട്രേഷനും ഇവിടെ ഹയർ കോൺസെൻട്രേഷനുമാണെന്ന് കരുതുക. സോ ഹയർ കോൺസെൻട്രേഷൻ നിന്ന് ലോവർ കോൺസെൻട്രേഷനിലേക്ക് ഡ്രഗ് എന്ത് ചെയ്യുന്നു? മൂവ് ചെയ്യുന്നു. ഇതാണ് കോൺസെൻട്രേഷൻ ഗ്രേഡിയൻ്റ്. സോ ഈ കോൺസെൻട്രേഷൻ ഗ്രേഡിയൻ്റ് വേണമെങ്കിൽ എന്താണ് ഓപ്പോസിറ്റും ആകാം, തിരിച്ച് ലോവർ കോൺസെൻട്രേഷൻ ടു ഹയർ കോൺസെൻട്രേഷനിലേക്ക് ആകാം, അത് ഡിപ്പെൻസ് ആണ്. സോ നെക്സ്റ്റ് വൺ ഇസ് ഇക്വിലിബ്രിയം ആണ്. അതായത് ഇവിടെ 3 മോളിക്കൂൾ, ഇവിടെ 2 മോളിക്കൂൾ. അപ്പം ഇവിടെ 4 മോളിക്കൂൾ 2 മോളിക്കൂൾ ആണെങ്കിൽ ഈ ഇക്വിലിബ്രിയം മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യാറുണ്ട്? മോളിക്കൂൾസ് അങ്ങോട്ടും ഇങ്ങോട്ടും പാസ്സായി പോവാറുണ്ട്. സോ നെക്സ്റ്റ് വൺ ഇസ് പാസീവ് ഡിഫ്യൂഷൻ ആണ്. പാസീവ്, ഒരു എനർജി വേണ്ടാതെ അല്ലെങ്കിൽ ഒരു രീതിയിലും അവിടെ പവർ വേണ്ട, അല്ലെങ്കിൽ ഒരു ATP മോളിക്യൂൾസോ ഒന്നും ഉപയോഗിക്കാതെ പാസീവായിട്ട് ഡ്രഗ് മൂവ് ആവുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുക? പാസീവ് ഡിഫ്യൂഷൻ. സോ പാസീവ് ഡിഫ്യൂഷനും കോൺസെൻട്രേഷൻ ഗ്രേഡിയന്റും തമ്മിൽ ഏകദേശം ബന്ധമുണ്ട്. ഹയർ കോൺസെൻട്രേഷൻ ടു ലോവർ കോൺസെൻട്രേഷൻ മാത്രം, പക്ഷേ തിരിച്ച് ലോവർ കോൺസെൻട്രേഷൻ ടു ഹയർ കോൺസെൻട്രേഷനുമായിട്ട് ബന്ധമില്ല. ഹയർ ടു ലോവറും പാസീവുമായിട്ട് ചെറിയൊരു ബന്ധമുണ്ട്. കാര്യം എന്താണ്? രണ്ടിനും എനർജി വേണ്ട. സോ കോൺസെൻട്രേഷൻ ഗ്രേഡിയന്റ് ഹയർ ടു ലോവറിന്, ഒന്നും കൂടെ പറയാം, ഹയർ ടു ലോവർ ആണെങ്കിൽ എനർജി വേണ്ട. ഇനി പാസീവ് ഡിഫ്യൂഷൻ ആണെങ്കിൽ എനർജി വേണ്ട. ഇക്വിലിബ്രിയത്തിനും എനർജി വേണ്ട. എന്നാൽ എനർജി വേണ്ട ഒരു ഭാഗം എവിടെയാണ്? ലോവർ കോൺസെൻട്രേഷനിൽ നിന്ന് ഹയർ കോൺസെൻട്രേഷനിലേക്ക് ഡ്രഗിന്റെ മൂവ്മെന്റ് ഉണ്ടെങ്കിൽ അവിടെ എന്ത് വേണം? എനർജി വേണം. അപ്പൊ ഇതൊക്കെ നമുക്ക് കോമൺ സെൻസ് ആണ്, നമുക്ക് ജസ്റ്റ് മനസ്സിലാക്കി വെക്കാം എന്നുള്ള കാര്യം മാത്രമേ ഉള്ളൂ. ഇനി എന്തൊക്കെയാണ് ഡ്രഗിന്റെ ഡിസ്ട്രിബ്യൂഷനെ ബാധിക്കുന്ന കാര്യം? ദ ഫസ്റ്റ് വൺ ഈസ് ലിപ്പിഡ് സോലുബിലിറ്റി. ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. അതായത് ഒരു ഡ്രഗ് ലിപ്പിഡ് സോലുബിൾ ആണോ അല്ലെങ്കിൽ ഒരു ഡ്രഗ് സെൽ മെംബ്രെയിൻ, നമ്മൾ ഓൾറെഡി പറഞ്ഞു ഒരു മെംബ്രെയിൻ ബാരിയർ ഉണ്ട്, അതുവഴിയാണ് ലിവറിലേക്ക് കടന്നു പോകാൻ ഞാൻ പറഞ്ഞില്ലേ. അപ്പൊ ആ മെംബ്രെയിൻ ബാരിയർ ഒക്കെ കടന്നു പോകണോ ഇല്ലയോ എന്നൊക്കെ തീരുമാനിക്കുന്ന ആരാണ്? ലിപ്പിഡ് സോലുബിലിറ്റി ആണ്. ആരാണ്? ലിപ്പിഡ് സോലുബിലിറ്റി ആണ് തീരുമാനിക്കുന്നത്. അപ്പൊ ഇതൊരു ഫസ്റ്റ് ഫാക്ടർ ആണ്, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സോ നെക്സ്റ്റ് ചോദ്യം, ലിപ്പിഡ് സോലുബിൾ ഡ്രഗ് കടന്നു പോവുമോ ഇല്ലയോ എന്നുള്ളതാണ് എൻ്റെ ചോദ്യം. കടന്നു പോകും ലിപ്പിഡ് സോലുബിൾ ഡ്രഗ് സെൽ മെമ്പറിൻ കടന്നു പോകും? ഒന്ന് ആലോചിച്ച് നോക്കിയേ, എന്തായിരിക്കും അവസ്ഥ? ഞാൻ ഓൾറെഡി പറഞ്ഞു, ലിപ്പിഡ് സോലുബിൾ ആണെങ്കിൽ പെട്ടെന്ന് കടന്നു പോകണം അല്ലേ. സോ അതുകൊണ്ട് തന്നെ ലിപ്പിഡ് സോലുബിൾ ഡ്രഗ്സ് അല്ലെങ്കിൽ ലിപ്പോയിഡുകൾ എന്ത് ചെയ്യുന്നു? പെട്ടെന്ന് കടന്നു പോകും. അല്ലെങ്കിൽ ലിപ്പിഡ് സോലുബിൾ അല്ലാത്തത് കടന്നു പോകില്ല. അതാണ് ഫസ്റ്റ് കാര്യം. 2 അയോണൈസേഷൻ ആണ്. സോ അയോണൈസേഷനും എന്ത് ചെയ്യാറുണ്ട്? ഈ നമ്മുടെ മെമ്പറിൻ ക്രോസ് ചെയ്യാനും ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാനും ഹെൽപ്പ് ചെയ്യാറുണ്ട്.
ചെയ്യാറുണ്ട്. രണ്ട് pH ആണ്. സോ നമ്മളെ ബോഡിക്കകത്തുള്ള pHഉം അയോണൈസേഷനുമായിട്ട് ഇൻഫ്ലുവൻസ്ഡ് ആണ്. അത് നമ്മളെ കയറാനായിട്ട് സഹായിക്കാറുണ്ട്. നെക്സ്റ്റ് വൺ ഈസ് ബ്ലഡ് പെർഫ്യൂഷൻ ആണ്. ബ്ലഡിന്റെ റേറ്റ് കൂടുന്നതനുസരിച്ച് ഡിസ്ട്രിബ്യൂഷന്റെയും അബ്സോർപ്ഷൻ നമ്മളെ ഹെൽപ്പ് ചെയ്യാറുണ്ട്. അപ്പോൾ ഇതൊക്കെ റെഫറൻസ് ടെക്സ്റ്റ് ബുക്കിൽ നല്ല കാര്യമായിട്ട് കൊടുത്തിട്ടുണ്ട്. പരീക്ഷയ്ക്ക് നിങ്ങൾ എഴുതുമ്പോൾ ഇത്രയും പോയിന്റ്സ് ഇമ്പോർട്ടൻ്റ് ആണ്, മറന്നു പോകരുത്. ചോദിക്കുവാണെങ്കിൽ ചോദിക്കാറില്ല, ചോദിച്ചിട്ടും ഇല്ല, പക്ഷെ പറയാൻ പറ്റില്ല, 2 മാർക്കിനൊക്കെ ചോദിച്ച് എഴുതാൻ പറ്റുമല്ലോ. സോ നെക്സ്റ്റ് വൺ ഈസ് വോളിയം ഓഫ് ഡിസ്ട്രിബ്യൂഷൻ ആണ്. പേര് പറയുന്ന പോലെ തന്നെ വോളിയം എത്ര ഡിസ്ട്രിബ്യൂട്ട് ചെയ്തു അത് തന്നെയാണ്. ദ അപ്പാരന്റ് വോളിയം ഓഫ് ഡിസ്ട്രിബ്യൂഷൻ എന്നാണ് പറയുക. സോ നിങ്ങൾക്ക് ഓൾറെഡി ബയോ ഫാർമസ്യൂട്ടിക്സ് എന്നൊരു സാധനം 6ാമത്തെ സെമ്മിൽ പഠിക്കാനുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾ ഇച്ചിരി നന്നായിട്ട് പഠിക്കും. സോ ബേസിക്കലി ഒരു തിയററ്റിക്കൽ വോളിയം ഡിഫൈൻ ചെയ്യുന്നതാണ്. എത്രത്തോളം ഡ്രഗ് നമുക്ക് എത്രത്തോളം ഡൈല്യൂട്ട് ചെയ്തുകൊണ്ട് നമ്മളെ ബ്ലഡ് കോൺസെൻട്രേഷനിൽ അല്ലെങ്കിൽ ബ്ലഡ് പ്ലാസ്മയിൽ അവൈലബിൾ ആകുന്നു എന്ന് പറയുന്നതാണ്. സോ തിയററ്റിക്കൽ വോളിയം ഓഫ് ഫ്ലൂയിഡ് ഇൻ വിച്ച് ദ total drug dose would need to be dilute to produce the observed drug concentration in blood plasma. നമ്മളെ ബ്ലഡ് പ്ലാസ്മയ്ക്കകത്ത് എത്ര ഡ്രഗ് എത്രത്തോളം ഡൈല്യൂട്ടായി നമുക്ക് കാണാൻ സാധിക്കും എന്ന് പറയുന്ന ഒരു വാല്യൂ ആണ് എന്നുള്ളത് മാത്രമേ ഉള്ളൂ കേട്ടോ. ഇപ്പൊ എക്സാമ്പിൾ, ഒരു ഗ്ലാസ് വെള്ളത്തിൽ എത്ര സ്പൂണ് ഉപ്പിട്ട് കഴിഞ്ഞാൽ കറക്റ്റ് ഡിസോൾവ് ആക്കി എടുക്കാൻ പറ്റും എന്ന് പറയുന്ന ഒരു കണക്ക് പോലെ ഉള്ളൂ. സോ കാൽക്കുലേഷൻ പറയുകയാണെങ്കിൽ BD ഈസ് ഈക്വൽ ടു ടോട്ടൽ എമൗണ്ട് ഓഫ് ഡ്രഗ് ഇൻ ബോഡി. നമ്മുടെ ഒരു മനുഷ്യത്തിൽ എത്ര ഡ്രഗ് ഉണ്ട് എന്നുള്ളത് ഡിവൈഡ് ബൈ ഡ്രഗ് കോൺസെൻട്രേഷൻ പ്ലാസ്മ. നമ്മുടെ പ്ലാസ്മയിൽ എത്രത്തോളം ഡ്രഗ് ഉണ്ട് എന്നുള്ളത് ഡിവൈഡ് ചെയ്യും. അപ്പോൾ ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന വാല്യൂ ആണ് എന്ത്, VD എന്ന് പറഞ്ഞാൽ. സോ നമുക്ക് VD കിട്ടിക്കഴിഞ്ഞാൽ ഒരാൾക്ക് ഒരു മരുന്ന് കൊടുത്ത് എങ്ങനെയാണ് അത് അബ്സോർബ് ആവുന്നത്, ഏതൊക്കെ രീതിയിലാണ് അബ്സോർബ് ആവുന്നു എന്ന് നമുക്ക് പഠിക്കാൻ പറ്റും, അല്ലെങ്കിൽ മനസ്സിലാക്കാനായിട്ട് പറ്റും. അതുകൊണ്ടാണ് ഈ വോളിയം ഓഫ് ഡിസ്ട്രിബ്യൂഷൻ ഇത്ര നമുക്ക് ഇമ്പോർട്ടൻസ് ആയിട്ടുള്ളത്. ഇനി ഡ്രഗ് റീഡിസ്ട്രിബ്യൂഷൻ. എന്താ റീഡിസ്ട്രിബ്യൂഷൻ? ഒന്നും കൂടെ റീഡിസ്ട്രിബ്യൂട്ട് ആകുന്നു എന്നുള്ളതാണ്. സോ ഇവിടെ തന്നെ നമുക്ക് 3ആയിട്ട് നമ്മൾ തിരിക്കുന്നുണ്ട്. ദ ഫസ്റ്റ് വൺ ഈസ് ഇനിഷ്യൽ ഡിസ്ട്രിബ്യൂഷൻ. എന്താണ് ഇനിഷ്യൽ ഡിസ്ട്രിബ്യൂഷൻ? ഹൈലി ലിപ്പിഡ് സോൾബിൾ ഡ്രഗ് ഡിസ്ട്രിബ്യൂട്ട് ടു ഓർഗൻ വിത്ത് ഹൈ ബ്ലഡ് ഫ്ലോ സച്ച് ആസ് ബ്രെയിൻ, ഹാർട്ട് ആൻഡ് കിഡ്നി. സോ ഞാൻ ഓൾറെഡി പറഞ്ഞു ലിപ്പിഡ് സോൾബിൾ ഡ്രഗ്സുകളെല്ലാം കടന്നു പോകുന്നു പറഞ്ഞു അല്ലേ. സോ ലിപ്പിഡ് സോൾബിൾ ഡ്രഗ്സ് എല്ലാം കടന്നു പോയി കഴിഞ്ഞാൽ ഹൈലി പെർഫ്യൂഷൻ ഉള്ള അല്ലെങ്കിൽ ഹൈലി ഡിസ്ട്രിബ്യൂട്ട് ആകുന്ന ബ്രെയിന്, ഹാർട്ട്, കിഡ്നി ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ എന്ത് ചെയ്യും, ഈ മരുന്നുകൾ പോയിരിക്കും. ഓക്കെ, അവിടെ പോയിരുന്ന് അവിടെ ഇരിക്കുവാണേ. ഇനി സെക്കൻഡറി ഡിസ്ട്രിബ്യൂഷൻ ആണ്. ഇനി ലെസ് വാസ്കുലർ ബട്ട് മോർ ബൾക്കി ടിഷ്യൂ ലൈക്ക് മസിൽ ഫാറ്റ് ടേക്സ് അപ്പ് ദ ഡ്രഗ് കോസിങ് പ്ലാസ്മ കോൺസെൻട്രേഷൻ ടു ഫീൽ. അതായത് ലെസ് വാസ്കുലർ ആയ ബ്ലഡ് ഫ്ലോ വളരെ കുറഞ്ഞ ടിഷ്യൂസ് ഇല്ലേ അല്ലെങ്കിൽ മസിൽ ഇല്ലേ, ഫാറ്റ് ഒക്കെ ഇല്ലേ, അവിടെ പോയിട്ട് നിന്നു ഈ മരുന്നുകൾ പോയിരിക്കും. സെക്കൻഡ് ഡിസ്ട്രിബ്യൂഷൻ ആണ്. നമ്മുടെ ഫാറ്റ് ലിവറിലൊക്കെ എന്ത് ചെയ്യുന്നത് പോയി ഇരിക്കുവാണ് ചെയ്യാം. പോയി ഇരുന്ന് കേട്ടോ അവിടെ ഇരിക്കുക. അപ്പൊ നമ്മുടെ ഇരിക്കുന്ന സമയത്ത് സംഭവിക്കുന്നു, നമ്മളെ ബ്ലഡിൽ മരുന്നില്ല അല്ലേ. എന്തില്ല, ബ്ലഡിൽ മരുന്നില്ല. ബ്ലഡിൽ മരുന്നില്ലാത്തപ്പോൾ എന്ത് ചെയ്യുന്നു, നമുക്ക് ആവശ്യത്തിന് ഉപയോഗിക്കാൻ പറ്റുന്നില്ല അല്ലേ. സോ ടെർമിനേഷൻ ഓഫ് ആക്ഷൻ. ഇത് സൈറ്റ് ഓഫ് ആക്ഷൻ വാസ് ഹൈലി പെർഫ്യൂസ്ഡ് ഓർഗൻ. റീഡിസ്ട്രിബ്യൂഷൻ ക്യാൻ റിസൾട്ട് ഇൻ ടെർമിനേഷൻ ഓഫ് ഡ്രഗ് എഫക്ട്. അപ്പം നമ്മൾ ഓൾറെഡി പറഞ്ഞതുപോലെ ഹൈലി പെർഫ്യൂഷൻ ഓർഗൻ ആണ് നമുക്ക് സൈറ്റ് ഓഫ് ആക്ഷൻ എങ്കിൽ, അതായത് വളരെ ബ്ലഡ് ഒരുപാട് എത്തുന്ന, ഇപ്പൊ എക്സാമ്പിൾ പറയുവാണെങ്കിൽ ബ്ലഡ് ഒരുപാട് എത്തുന്ന സ്ഥലം എവിടെയാണ്, കിഡ്നിയിലാണ് നമുക്ക് ഒരുപാട് മരുന്ന് വേണ്ടത് അല്ലെങ്കിൽ മരുന്ന് എത്തേണ്ടത് എന്നുണ്ടെങ്കിൽ അവിടെ മരുന്ന് എത്തോ ഇല്ല. കാര്യം എന്തുകൊണ്ടാ, മരുന്ന് എവിടേക്ക് ഇരിക്കുന്നു, മസിലിരിക്കുന്നു, ഫാറ്റിലിരിക്കുന്നു അല്ലെ, അല്ലെങ്കിൽ മറ്റുള്ള ഓർഗൻസിലൊക്കെ ഇരിക്കുക. അപ്പൊ അവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് വന്നിട്ടില്ല, അല്ലെങ്കിൽ കിഡ്നിയുടെ ഒരു ഭാഗത്തേക്ക് വന്നിട്ടില്ല. അപ്പൊ അതുകൊണ്ട് എന്തില്ല, ഒരു കാരണവശാലും മരുന്ന് അവിടെ എത്തില്ല. അങ്ങനെ ടെർമിനേഷൻ നടക്കുന്നു, അല്ലെങ്കിൽ മരുന്ന് എഫക്റ്റീവ് ആവുന്നില്ല. ഇതിനെയാണ് നമ്മൾ ഡ്രഗ് റീഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ, സിമ്പിൾ അല്ലേ, ഇത്രയേ ഉള്ളൂ. ഹൈലി ലിപ്പിഡ് സോലബിൾ ഡ്രഗ്സുകൾ എന്ത് ചെയ്യുന്നു, ഹൈലി ലൈക്ക് ബ്ലഡ് ഫ്ലോ ലൈക്ക് ബ്രെയിൻ, ഹാർട്ട്, കിഡ്നിയിലൊക്കെ ഡിസ്ട്രിബ്യൂട്ട് ആകേണ്ടതുണ്ട്. എന്നാൽ തന്നെയും അതൊക്കെ അങ്ങോട്ടേക്ക് പോകും എന്നുണ്ടെങ്കിൽ തന്നെയും ചില സമയങ്ങളിൽ ഫാറ്റിലേക്കും മസിലിലേക്കും മരുന്നുകൾ പോയിരിക്കാറുണ്ട്. അതുകൊണ്ട് തന്നെ എന്ത് ചെയ്യുന്നു, നമുക്ക് പ്രോപ്പർ ആയിട്ടുള്ള മരുന്ന് നമുക്ക് അവൈലബിൾ ആകുന്നില്ല എന്നുള്ളത് മാത്രമേ ഉള്ളൂ. സിമ്പിൾ ആണ്, അധികം ഒന്നും ആലോചിക്കാനില്ല. ഇനി പ്രോട്ടീൻ ബൈൻഡിങ് ഇൻ ഡ്രഗ് ഡിസ്ട്രിബ്യൂഷൻ ആണ്. എന്താണ് പ്രോട്ടീൻ ബൈൻഡിങ്? സോ പ്രോട്ടീൻ ബൈൻഡിങ് എന്ന് പറഞ്ഞാൽ ഓൺലി അൺബൗണ്ട് ഡ്രഗ് ക്യാൻ ഡിഫ്യൂസ് അക്രോസ് സെൽ മെംബ്രെയിൻ ഇൻ ടു ടിഷ്യൂ. സോ ഒരു ടിഷ്യൂലേക്ക് മരുന്ന് എത്തണമെങ്കിൽ അത് അൺബൗണ്ട് ആയിരിക്കണം. എന്തായാലും അൺബൗണ്ട്, ബൗണ്ടഡ് ആയിരിക്കാൻ പാടില്ല, ഒന്നുമായി ഒരു ബന്ധം ഉണ്ടാകാൻ പാടില്ല. പ്രോട്ടീൻ ബൈൻഡിങ് അഫക്ട് ഡ്രഗ് ഡിസ്ട്രിബ്യൂഷൻ, മെറ്റാബോളിസം, എക്സ്ക്രീഷൻ. സോ ഒരു ഡ്രഗും പ്രോട്ടീനും കൂടെ ചേർന്ന് ഡ്രഗ് പ്രോട്ടീൻ കോംപ്ലക്സ് ഫോം ചെയ്യുകയാണെങ്കിൽ
ഒരു മരുന്നിന്റെ ഡ്രഗ് ഡിസ്ട്രിബ്യൂഷൻ, അതിന്റെ മെറ്റാബോളിസം, അതിന്റെ എക്സ്ക്രീഷൻ ഒക്കെ ബാധിക്കുമെന്നുള്ളതാണ്. ഇനി ടൈപ്പ് ഓഫ് ബൈൻഡിങ് പ്രോട്ടീൻ ഏതൊക്കെയെന്ന് പറയാം. സോ കീ പ്രോട്ടീൻസ് ഫസ്റ്റ് വൺ ഈസ് ആൽബുമിൻ ആണ് കേട്ടോ. ആൽബുമിൻ കൂടുതലും അസിഡിക് ഡ്രഗിനാണ് ബൈൻഡ് ചെയ്യുന്നത്. പിന്നെ α1 ആസിഡ് ഗ്ലൈക്കോ പ്രോട്ടീൻ ഉണ്ട്, ലിപ്പോ പ്രോട്ടീൻ ഉണ്ട്. ലിപ്പോ പ്രോട്ടീൻ ആണ് ബേസിക് ഡ്രഗ്. സോ ലിപ്പോ ബേസിക് ആൻഡ് ആൽബുമിൻ അസിഡിക്. സോ A4 ആസിഡിനെ നമുക്ക് ഓർക്കാൻ പറ്റും കേട്ടോ. ഇനി അൺബൗണ്ട് ഫാക്ടർ കാൽക്കുലേഷൻ എങ്ങനെയാണ് നമ്മൾ അൺബൗണ്ട് ഫാക്ടർ കാൽക്കുലേഷൻ അല്ലെങ്കിൽ അൺബൗണ്ട് ആയിട്ടുള്ള ഡ്രഗ് എത്രയുണ്ട് നമുക്ക് എങ്ങനെ അറിയാൻ പറ്റുക? അൺബൗണ്ട് ഡ്രഗ് കോൺസെൻട്രേഷൻ പ്ലാസ്മ, നമ്മുടെ പ്ലാസ്മയിൽ എത്രത്തോളം അൺബൗണ്ട് ഡ്രഗ് ഉണ്ടെന്ന് നോക്കും. അത് ഡിവൈഡ് ബൈ ടോട്ടൽ ഡ്രഗ് കോൺസെൻട്രേഷൻ പ്ലാസ്മ, അതാണ് നമ്മൾ നോക്കുന്നത്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അൺബൗണ്ട് ഉണ്ടോ ഇല്ലയോ എന്ന് അറിയാൻ പറ്റും. സോ ഇത്രയേ ഉള്ളൂ. നമുക്ക് പ്രോട്ടീൻ ബൈൻഡിങ് എന്ന് പറയുന്നത് ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ്, നമുക്ക് വളരെ അത്യാവശ്യമാണ്. എന്നാൽ മാത്രമേ എന്തൊരു ഡ്രഗ് നമുക്ക് സ്പെസിഫിക് സൈഡിലേക്ക് എത്തുള്ളൂ. ഇനി ഇമ്പാക്ട് ഓൺ ഡ്രഗ് ആക്ഷൻ. സോ ഹൈലി പ്രോട്ടീൻ ബൗണ്ട് ഡ്രഗ് ആണെന്നുണ്ടെങ്കിൽ ആർ റെസ്ട്രിക്റ്റഡ് ടു വാസ്കുലർ കമ്പാർട്ട്മെന്റ്. സോ ഹൈലി പ്രോട്ടീൻ ബൗണ്ട് ആയ ഡ്രഗ്, ഭയങ്കരമായിട്ട് പ്രോട്ടീനുമായിട്ട് ബൗണ്ട് ചെയ്ത് അല്ലെങ്കിൽ പ്രോട്ടീനുമായിട്ട് ചേർന്നിരിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ അതെന്ത് ചെയ്യില്ല, നമുക്ക് വാസ്കുലർ കമ്പാർട്ട്മെന്റ് അതിലേക്ക് ലീവർ കിഡ്നിയിലൊന്നും എത്തില്ല. എന്നാൽ അതിന് ലോവർ വോളിയം ഓഫ് ഡിസ്ട്രിബ്യൂഷൻ ആയിരിക്കും. എന്തുകൊണ്ടാണ്? കാര്യം ഇത് ബൗണ്ട് ചെയ്തിരിക്കുവല്ലേ, മറ്റൊരു പ്രോട്ടീനായിട്ട് ബൈൻഡ് ചെയ്തിരിക്കുക. ഡ്രഗ് പ്രോട്ടീനുമായിട്ട് ബൈൻഡ് ചെയ്തിരിക്കുന്നതുകൊണ്ട് അത് അങ്ങനെ കോംപ്ലക്സ് ആയിട്ട് ഫോം ചെയ്യുക. അപ്പോൾ അതുകൊണ്ട് ബ്ലഡിൽ അവൈലബിൾ ആവില്ല അല്ലേ. ആൻഡ് ദ ബൗണ്ട് ഫ്രാക്ഷൻ ഇസ് നോട്ട് അവൈലബിൾ ഫാർമക്കോളജിക്കൽ ആക്ഷൻ. അതുകൊണ്ട് ഈ ഡ്രഗിന് എന്ത് ചെയ്യില്ല, ഒരു കാരണ രീതിയിൽ നമുക്ക് ഫാർമക്കോളജിക്കൽ ആക്ഷൻ തരില്ല എന്നുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ പ്രോട്ടീൻ ബൈൻഡിങ് ഒരു ഇമ്പോർട്ടൻ്റ് ആയ ഒരു കാര്യം തന്നെയാണ്. സോ നെക്സ്റ്റ് വൺ ഇസ് ടിഷ്യൂ കോൺസെൻട്രേഷൻ ഓഫ് ഡ്രഗ് ആണ്. സോ ടിഷ്യൂ കോൺസെൻട്രേഷൻ പറയുവാണ്. ടിഷ്യൂ ആണെങ്കിൽ സ്കെൽറ്റൽ മസിൽ, ഹാർട്ട് ആണെങ്കിൽ ഡിജോക്സിൻ എമെറ്റിൻ ആണ്, ലിവർ ക്ലോറോക്കിൻ ടെട്രാസൈക്ലിൻ എമെറ്റിൻ ഡിജോക്സിൻ ആണ്. സോ ഏതൊക്കെ ടിഷ്യൂലാണ് ഏതൊക്കെ ഡ്രഗ് വരുന്നു എന്നുള്ളതാണ്. സോ പറ്റുന്ന ഡ്രഗ്സ് ഒന്ന് പഠിച്ച എക്സാമ്പിളൊക്കെ വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ജസ്റ്റ് എക്സാമ്പിൾസ് ഒക്കെ നമുക്ക് എഴുതാം കേട്ടോ. ബോൺ ആൻഡ് ടീത്ത് ആണ്, ടെട്രാസൈക്ലിൻ ഹെവി മെറ്റൽസ് ഒക്കെയാണ്. നിങ്ങൾക്ക് ഇപ്പോൾ എക്സാമ്പിൾ GPAT പോലുള്ള എക്സാംസ് ഒക്കെ ആണെങ്കിൽ ഭയങ്കരമായിട്ട് ഇമ്പോർട്ടൻ്റ് ചോദിക്കും കേട്ടോ. ബ്രെയിൻ ആണെങ്കിൽ ക്ലോർപ്രോസൈഡ്, അസ്റ്റസോളമൈഡ്, ഐസോനിയസ് TB ഡ്രഗ് ആണ്, അസ്റ്റസോളമൈഡ് ഡയോട്ടിക് ഡ്രഗ് ആണ്. സോ അങ്ങനെ പല ക്ലാസിഫിക്കേഷനൊക്കെ നമ്മളിനി പഠിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഏകദേശം ഐഡിയ കിട്ടും. സോ പഠിക്കാൻ പറ്റുന്ന 2-3 ഡ്രഗ്സ് ഒക്കെ പഠിച്ച് നമുക്ക് എക്സാമ്പിളിൽ എഴുതാമല്ലോ. സോ ഇനി ഡ്രഗ് മെറ്റാബോളിസം ആണ്. സോ മെറ്റാബോളിസം എന്ന് പറയുന്നത് എന്താണ്? സോ ഡെഫിനിഷൻ പഠിക്കുക, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഒരുപാട് കോമ്പറ്റീറ്റീവ് എക്സാംസിലൊക്കെ ചോദിച്ച് കണ്ടിട്ടുണ്ട് കേട്ടോ. സോ നമ്മൾ മെറ്റാബോളിസിനെ പറയുന്ന വേറൊരു വാക്കാണ് ബയോ ട്രാൻസ്ഫോർമേഷൻ. എന്താണ് ബയോ ട്രാൻസ്ഫോർമേഷൻ? സോ ബയോ ട്രാൻസ്ഫോർമേഷൻ ഈസ് ദ കൺവേർഷൻ ഓഫ് ഡ്രഗ് ഫ്രം വൺ ഫോം ടു അനദർ ഇൻ ലിവിംഗ് ഓർഗാനിസം, ടിപ്പിക്കലി ടു ഫെസിലിറ്റേറ്റ് എക്സ്ക്രീഷൻ. സോ എക്സ്ക്രീഷൻ ചെയ്യാൻ വേണ്ടി, പുറത്തേക്ക് തള്ളാൻ വേണ്ടിയിട്ട് ഒരു മരുന്നിനെ മറ്റൊരു ഫോമിലേക്ക് മാറ്റുന്ന ഒരു രീതിയെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ബയോ ട്രാൻസ്ഫോർമേഷൻ അല്ലെങ്കിൽ ഡ്രഗ് മെറ്റാബോളിസം എന്ന് പറയുന്നത്. അപ്പൊ എന്താണ് ബയോ ട്രാൻസ്ഫോർമേഷൻ? ഈസ് ദ കൺവേർഷൻ ഓഫ് ഡ്രഗ് ഫ്രം വൺ ഫോം ടു അനദർ ഇൻ ലിവിംഗ് ഓർഗാനിസം, ടിപ്പിക്കലി ടു ഫെസിലിറ്റേറ്റ് എക്സ്ക്രീഷൻ. സോ പ്രൈമറി സൈറ്റ് എവിടെയാണ് ബയോ ട്രാൻസ്മിഷൻ നടക്കുന്നത്? എവിടെയാണ്? ലിവർ തന്നെയാണ്. ഡ്രഗ് മെറ്റാബോളിസം ഫസ്റ്റ് നടക്കുക. നിങ്ങൾ കഴിച്ചാൽ ആദ്യം ലിവർ തന്നെയാണ് വരിക, പിന്നെ കിഡ്നി, പിന്നെ ഇൻറ്റസ്റ്റൈൻ, പിന്നെ ലങ്സും ഒക്കെയാണ് എവിടെയൊക്കെ വരിക? പ്രൈമറി സൈറ്റ്സ് വരിക. സോ എന്തിനാണ് നമ്മൾ ഈ മെറ്റാബോളിസം ചെയ്യുന്നത്, അല്ലെങ്കിൽ എന്തിനാണ് നമ്മൾ ബയോ ട്രാൻസ്ഫോം ചെയ്യുന്നത്? അതായത് മെറ്റാബോളിസം ചെയ്ത് കഴിയുമ്പോൾ ഡ്രഗിനെ ഇനാക്ടിവേറ്റ് ആക്കുകയാണ് ചെയ്യുന്നത്. സോ ഇനാക്ടിവേറ്റ് ചെയ്താൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? എക്സ്ക്രീറ്റ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. സോ മെറ്റാബോളിസം ടിപ്പിക്കലി ഇനാക്ടിവേറ്റ്സ് ഡ്രഗ്, ബട്ട് സം മെറ്റാബോലൈറ്റ്സ് ക്യാൻ ബി ഫാർമക്കോളജിക്കലി ആക്റ്റീവ് ഓർ ഈവൻ മോർ പോട്ടന്റ് ദാൻ പാരന്റ് കോമ്പൗണ്ട്. എന്നാൽ ഇപ്പോൾ ചില സമയങ്ങളിൽ ഇപ്പോൾ മെറ്റാബോളിസം കഴിഞ്ഞ ഡ്രഗ് ആക്റ്റീവ് ഡ്രഗിനെ ഇനാക്റ്റീവ് ആക്കി മാറ്റുന്നു. ഓക്കെ അല്ലേ? ഇത് നിങ്ങൾക്ക് ഐഡിയ കിട്ടി അല്ലേ? പക്ഷേ ചില സമയങ്ങളിൽ നമ്മൾ ആക്റ്റീവ് ഡ്രഗ് കൊടുത്താലും ഇതിൻ്റെ മെറ്റബോളിസം കഴിഞ്ഞാൽ ഈ ആക്റ്റീവ് ഡ്രഗിനേക്കാൾ 10 ഇരട്ടി ആക്റ്റീവ്നെസ് കാണിക്കാറുണ്ട്. ഓക്കെ അല്ലേ? ഒന്നെങ്കിൽ ആക്റ്റീവ് ഡ്രഗ് കൊടുത്താൽ അതിൻ്റെ 10 ഇരട്ടി ആക്റ്റീവ്നെസ് കാണിക്കുകയോ അല്ലെങ്കിൽ ഒരു ഇനാക്റ്റീവ് ഡ്രഗ് കൊടുക്കുകയാണെങ്കിൽ അത് ആക്റ്റീവായി മാറുകയോ ചെയ്യാറുണ്ട് എന്നുള്ളതാണ്. അവിടെയാണ് നമ്മൾ പ്രോ ഡ്രഗിനെ പറ്റി പറയുന്നത്. അതായത് inactive or weakly active substance that have active metabolite desire to deliver the active moiety more efficiently. അപ്പം നമ്മൾ ഇവിടെയാണ് നമ്മളെ തന്നെ പറ്റിക്കുന്ന പരിപാടി. സോ നമുക്ക് ഓൾറെഡി അറിയാം, നമ്മളൊരു ഡ്രഗ് കൊടുത്തു കഴിഞ്ഞാൽ, ആക്റ്റീവ് ഡ്രഗ് കൊടുത്താൽ നമ്മുടെ ലിവർ അതിനെ ഇനാക്റ്റീവ് ആക്കും എന്ന് നമുക്ക് നല്ല പോലെ വ്യക്തമായിട്ട് അറിയാം. അപ്പം നമ്മൾ എന്ത് ചെയ്യും?
ഇനാക്റ്റീവ് ഡ്രഗിനെ കൊടുക്കും. അപ്പൊ എന്ത് ചെയ്യും? ലിവർ അതിനെ തിരിച്ച് കൺവേർട്ട് ചെയ്ത് ആക്റ്റീവ് ആക്കും. സോ നമുക്ക് ഫാർമക്കോളജിക്കൽ ആക്ഷൻ കിട്ടും. സോ ഈ ഒരു പ്രിൻസിപ്പിളിലാണ് നമ്മളെ ബോഡിയിൽ എല്ലാ ഡ്രഗ്സും വർക്ക് ചെയ്യുന്നത്. ഓക്കെ അല്ലേ? മനസ്സിലായില്ലേ? ഇതിനാണ് പ്രോ ഡ്രഗ് എന്ന് പറയുന്നത്. ഇത് വെരി വെരി ഇമ്പോർട്ടൻ്റ് ആണ്. കാര്യം നമുക്ക് ഇനി അങ്ങോട്ടൊക്കെ ഒരുപാട് ആവശ്യം വരുന്നൊരു ഭാഗമാണ് കേട്ടോ. സോ നെക്സ്റ്റ് ടൈപ്പ് ഓഫ് ഡ്രഗ് മെറ്റാബോളിസം റിയാക്ഷൻ ആണ്. സോ ഇതിന്റെ ഒരു ചാർട്ട് തന്നെ നമ്മൾ കൊടുത്തിട്ടുണ്ട്. ആ ചാർട്ട് നിങ്ങൾ പഠിക്കുവാണെങ്കിൽ നിങ്ങൾക്ക് പരീക്ഷയ്ക്ക് അതുപോലെ എഴുതി വെക്കാൻ പറ്റും. മിക്കവാറും മെഡിസിൻ കെമിസ്ട്രിയിലാണ് ചോദിക്കുക, ഫാർമക്കോളജി ചോദിക്കില്ല. കാര്യം നമ്മുടെ ഹിസ്റ്ററിയിലൊക്കെ കുറച്ച് മെഡിസിൻ കെമിസ്ട്രിയിൽ മെറ്റാബോളിസം പറയുന്നുള്ളതുകൊണ്ട് അവിടെ എനിക്ക് കൂടുതലും ചോദിക്കേണ്ടാവുക. സോ ഓക്സിഡേഷൻ ആണ് ആദ്യം വരുന്നത്. അഡിഷൻ ഓഫ് ഓക്സിജൻ അല്ലെങ്കിൽ റിമൂവൽ ഓഫ് ഹൈഡ്രജൻ ആണ്. സോ സൈറ്റോക്രോം P450 എൻസൈം വെച്ചിട്ടാണ് നമ്മൾ ഓക്സിഡൈസ് ചെയ്യുന്നത് കേട്ടോ. സോ ടെക്സ്റ്റ് ബുക്ക് വായിക്കുമ്പോൾ നിങ്ങൾക്ക് ഇച്ചിരി കൂടെ അധികം ഐഡിയ കിട്ടും. സോ നമുക്ക് ഇപ്പം അത് ആര് ചെയ്യുന്നു, എങ്ങനെ ചെയ്യുന്നു എന്നുള്ളത് മാത്രം പഠിച്ചാൽ മതി. നിങ്ങൾക്ക് ബാക്കിയുള്ളത് വായിക്കുമ്പോൾ നിങ്ങൾക്ക് ഏകദേശം ഐഡിയ കിട്ടും കേട്ടോ. സോ നെക്സ്റ്റ് വൺ ഇസ് റിഡക്ഷൻ ആണ്. സോ റിഡക്ഷൻ ഇതാണ്, ഹൈഡ്രജൻ ആഡ് ചെയ്യുകയോ അല്ലെങ്കിൽ ഓക്സിജൻ റിമൂവ് ചെയ്യുന്നതിനാണ് നമ്മൾ റിഡക്ഷൻ എന്ന് പറയുന്നത്. സോ ഈ phase 1 phase 2 റിയാക്ഷൻ നമ്മൾ മെഡിസിൻ കെമിസ്ട്രി നല്ല തറവായിട്ട് പറഞ്ഞിട്ടുണ്ട്. സോ അതും കൂടെ നിങ്ങൾ കേൾക്കുമ്പോൾ നിങ്ങൾക്ക് ഏകദേശം ഐഡിയ കിട്ടും കേട്ടോ. സോ ഓഫൺ ദ റിവേഴ്സ് ഓഫ് ഓക്സിഡേഷൻ റിയാക്ഷൻ, ഒന്നെങ്കിൽ ഓക്സിഡേഷൻ റിഡക്ഷൻ അല്ലെങ്കിൽ ഓക്സിഡേഷൻ റിയാക്ഷനെ പോലും റിവേഴ്സ് ചെയ്യാനായിട്ട് റിഡക്ഷൻ റിയാക്ഷൻ സാധിക്കും എന്നുള്ളതാണ്. സോ നെക്സ്റ്റ് വൺ ഈസ് ഹൈഡ്രോലൈസിസ് ആണ്. സോ ഇവിടെ എന്താണ്, നമ്മൾ വാട്ടർ മോളിക്യൂൾ വെച്ചിട്ട് ഒരു കെമിക്കൽ ബോണ്ടിനെ ബ്രേക്ക് ചെയ്യുന്ന പരിപാടിയെയാണ് നമ്മൾ ഹൈഡ്രോലൈസിസ് എന്ന് പറയുക. ആൻഡ് നെക്സ്റ്റ് വൺ ഇസ് കോൺജുഗേഷൻ ആണ്. അഡിഷൻ ഓഫ് സ്പെസിഫിക് മോളിക്യൂൾ, നമ്മൾ എന്തെങ്കിലും ഒരു സ്പെസിഫിക് മോളിക്യൂൾ അഡിഷൻ ചെയ്യുകയാണ്. സോ നമുക്ക് വാട്ടർ സോലബിലിറ്റി കൂട്ടി നമ്മൾ എക്സ്ക്രീഷന് നമ്മൾ ചെയ്യാൻ വേണ്ടി സഹായിക്കുന്നതിന് നമ്മൾ കോൺജുഗേഷൻ എന്ന് പറയാം. സോ എന്താ പറഞ്ഞത്, ഫസ്റ്റ് വൺ ഇസ് ഓക്സിഡേഷൻ പറഞ്ഞു, ഓക്സിജൻ റിമൂവൽ അല്ലെങ്കിൽ ഹൈഡ്രജൻ റിമൂവൽ എന്ന് പറഞ്ഞു, റിഡക്ഷൻ പറഞ്ഞു, ഹൈഡ്രജൻ റിമൂവൽ അല്ലെങ്കിൽ ഓക്സിജൻ റിമൂവൽ എന്ന് പറഞ്ഞു, ഹൈഡ്രോലൈസിസ് പറഞ്ഞു, കെമിക്കൽ ബോണ്ട് ബ്രേക്ക് ഈസ് യൂസിങ് വാട്ടർ മോളിക്യൂൾ പറഞ്ഞു, ആൻഡ് കോൺജുഗേഷൻ പറഞ്ഞു, സ്പെസിഫിക് അഡിഷൻ ഓഫ് മോളിക്യൂൾ ആണെന്ന് പറഞ്ഞു അല്ലേ. അപ്പൊ കാര്യം മനസ്സിലായില്ലേ? ഇതിൽ മനസ്സിലായൊന്നുമില്ല, ഞാൻ ഇപ്പോഴും പറയുന്നു, ആ കോളം നിങ്ങൾ പഠിക്കുക, റെഫറൻസ് ടെക്സ്റ്റ് ബുക്കിലുണ്ട്. സോ phase 1 phase 2 മെറ്റാബോളിസം. സോ ഇതിൽ phase 1 മെറ്റാബോളിസത്തിലാണ് ഈ ഓക്സിഡേഷൻ റിഡക്ഷൻ ഒക്കെ വരുന്നത് കേട്ടോ. ഇതൊക്കെ വ്യക്തമായിട്ട് നമ്മുടെ മെഡിസിൻ കെമിസ്ട്രിയിൽ കൊടുത്തിട്ടുണ്ട്. അത് നിങ്ങൾ കേൾക്കുക കേട്ടോ, അത് വായിക്കുക, പിന്നെ നോട്ടും കൂടെ വായിക്കുക. സോ phase 1 മെറ്റാബോളിസം എന്താണ്? അവിടെ ഓക്സിഡേഷൻ ഉണ്ട്, റിഡക്ഷൻ ഉണ്ട്, ഹൈഡ്രോളിസം ഉണ്ട്. അപ്പൊ നമ്മളത് ഓൾറെഡി പറഞ്ഞു അല്ലേ. സോ നമ്മൾ പാരന്റ് ഡ്രഗ്, നമ്മൾ കൊടുക്കുന്ന ഡ്രഗിനെ മോർ പോളർ ആക്ടിവേറ്റ് ചെയ്തുകൊണ്ട് മെറ്റബോളൈറ്റ്സ് ആക്കി മാറ്റാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നതാണ് phase 1 മെറ്റബോളിസം. സോ ടിപ്പിക്കലി സ്ലോ ആണ് കേട്ടോ. ഈ നമ്മൾ പ്രായമായിട്ടുള്ള ആൾക്കാരിലൊക്കെ, ജെറിയാട്രിക് പേഷ്യൻസിലൊക്കെ phase 1 റിയാക്ഷൻ ഭയങ്കര കുറവായിരിക്കും. കാര്യം എന്തുകൊണ്ടാണ്? അവരുടെ പ്രായമായതുകൊണ്ട്, എൻസൈംസിന്റെ ആക്ഷൻസ് കുറവായതുകൊണ്ടും, വാസ്കുലാരിറ്റി കുറവായതുകൊണ്ടും, അങ്ങനെ ഒരുപാട് ഫാക്ടേഴ്സ് ഉള്ളത് കൊണ്ട് അത് കുറയാറുണ്ട്. ആൻഡ് നെക്സ്റ്റ് വൺ ഇസ് phase 2 മെറ്റബോളിസം ആണ്. ഇവിടെയാണ് കോൺജുഗേഷൻ റിയാക്ഷൻ ഞാൻ പറഞ്ഞത്. സോ അവിടെ തന്നെ ഗ്ലൂക്കറോഡേഷൻ, അസറ്റൈലേഷൻ, സൾഫേഷൻ ഒക്കെ ഉണ്ട്. സോ ഇവിടെ കൂടുതലായിട്ട് ഡ്രഗിനെ ഇനാക്റ്റീവ് മെറ്റബോളൈറ്റ്സ് ആയിട്ട് മാറ്റുവാണ് ചെയ്യുക. ഇനാക്റ്റീവ് മെറ്റബോളൈറ്റ്സ് ആഡിങ് പോളർ മൊയിറ്റി ആഡ് ചെയ്തുകൊണ്ട് ഇനാക്ടിവേറ്റ് ആക്കി മാറ്റുവാണ് ചെയ്യുക. സോ ബേസിക്കലി റാപ്പിഡ് എക്സ്ക്രീഷൻ നടക്കാൻ വേണ്ടി, പെട്ടെന്ന് ബോഡിന് റിയാക്ഷൻ നടന്നു പോയി എക്സ്ക്രീഷൻ ആവാൻ വേണ്ടിയിട്ടാണ്. സോ ഈ ഗ്ലൂക്കറോഡേഷനും അസിറ്റൈലേഷനും സൾഫോണേഷനും റെഫറൻസിലും ഉണ്ട്, എംസിയിലും ഉണ്ട്. എടുത്തെടുത്ത് പറയുക, അവിടെ കൂടെ നോക്കിക്കോളുക, എന്നാൽ മാത്രമേ കാര്യമായിട്ട് നിങ്ങൾക്ക് കിട്ടുകയുള്ളൂ. കാര്യം നിങ്ങൾക്ക് phase 1 phase 2 പഠിച്ചാൽ നിങ്ങൾക്ക് ഉപയോഗമാണ്. ഒന്നെങ്കിൽ മെഡിസിൻ കെമിസ്ട്രി, ഇല്ലെങ്കിൽ ഫാർമക്കോളജി. ഇവിടെ രണ്ടും നിങ്ങൾക്ക് ഉപയോഗിക്കപ്പെടുന്ന സാധനമാണ്. ഉറപ്പാണ് ക്വസ്റ്റ്യൻ ചോദിക്കും, 5 മാർക്കിനോ അല്ലെങ്കിൽ 10 മാർക്കിനോ ചോദിക്കും എന്നുള്ളതാണ്. സോ ഡ്രഗ് മെറ്റബോളിസത്തിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഫാക്ടേഴ്സ് ഏതൊക്കെ? ഫസ്റ്റ് വൺ ഈസ് ജനറ്റിക് ഫാക്ടേഴ്സ്. സോ ഓരോരുത്തരും ജനറ്റിക് ഫാക്ടേഴ്സ് അല്ലെങ്കിൽ ജനറ്റിക് ഫാക്ടേഴ്സ് എപ്പോഴും എൻസൈമുമായിട്ട് ബന്ധപ്പെട്ടിരിക്കും. അപ്പോൾ ഓരോരുത്തർക്കും ഓരോ രീതിയിലാണ്. ആൻഡ് കോ എക്സിസ്റ്റിംഗ് ഡിസോർഡർ, ചിലപ്പം വേറെ എന്തെങ്കിലും അസുഖമുണ്ട്, ഹാർട്ട് ഫെയിലിയർ ഉണ്ട് അല്ലെങ്കിൽ ലിവർ ഫെയിലിയർ ഉണ്ട്, അങ്ങനെയൊക്കെ ആണെങ്കിലും പണി കിട്ടും. ആൻഡ് ഡ്രഗ് ഇൻട്രാക്ഷൻ, ചില സമയങ്ങളിൽ നമ്മൾ 2-3 ഡ്രഗുകളെ കൊടുക്കില്ല അല്ലെങ്കിൽ ഒരുപാട് ഡ്രഗുകൾ ഒരുമിച്ച് കൊടുക്കുമ്പോൾ ഡ്രഗുകൾ തമ്മിൽ ഇൻട്രാക്ഷൻ നടക്കുകയും അങ്ങനെ ഡ്രഗുകൾ പ്രോപ്പർലി മെറ്റബോളൈസ് ആകാതെ പോകാറുണ്ട് എന്നുള്ളതാണ്. നെക്സ്റ്റ് ഏജ്, ഞാൻ ഓൾറെഡി പറഞ്ഞു, phase 1 റിയാക്ഷൻ നമുക്ക് ജെറിയാട്രിക് പേഷ്യൻസിൽ കുറവായിരിക്കും ഞാൻ പറഞ്ഞില്ലേ. അതേപോലെ തന്നെ ഇവിടെ ജെറിയാട്രിക് പേഷ്യൻസിൽ എന്ത് ചെയ്യാറുണ്ട്, phase 1 മെറ്റബോളിസം റിയാക്ഷൻ കുറയാറുണ്ട് എന്നുള്ളതാണ്. അപ്പം ഇതൊക്കെ ഫാക്ടേഴ്സ് ആണ്. ഒന്ന് റെഫറൻസ് വായിക്കുക, അതിനകത്ത് ഒരുപാട് ഫാക്ടേഴ്സ് നമ്മൾ കൊടുത്തിട്ടുണ്ട്. അപ്പൊ ജനറ്റിക് ഫാക്ടേഴ്സ് പറഞ്ഞു, കോ എക്സിസ്റ്റിംഗ് ഡിസോർഡർ പറഞ്ഞു, ഡ്രഗ് ഇൻട്രാക്ഷൻ പറഞ്ഞു, ആൻഡ് ഏജ് പറഞ്ഞു. സോ ഇത് നമ്മൾ ഓൾറെഡി ഡ്രഗ് എക്സ്ക്രീഷൻ ആ പറയുന്നത്. സോ ഡ്രഗ് എക്സ്ക്രീഷൻ എന്ന് പറയുന്നത് 2 തരത്തിൽ നടക്കാറുണ്ട് കേട്ടോ. ഒന്ന് കിഡ്നി റീനൽ എക്സ്ക്രീഷൻ വഴി നടക്കാറുണ്ട്, നോൺ റീനൽ എക്സ്ക്രീഷൻ നടക്കാറുണ്ട്. അതാണ് ഫസ്റ്റ് ക്ലാസിഫിക്കേഷൻ നിങ്ങൾ എഴുതേണ്ടത്. റീനൽ എക്സ്ക്രീഷൻ എന്ന് പറഞ്ഞാൽ കിഡ്നി വഴി നടക്കുന്ന എക്സ്ക്രീഷനാണ് നമ്മൾ റീനൽ പറയുക. സോ നോൺ റീനൽ എന്തൊക്കെയായിരിക്കും? സ്വെറ്റ് ഉണ്ട്,
സലൈവ ഉണ്ട്, മിൽക്ക് ഉണ്ട് അല്ലെ. റീനൽ മീൻസ് കിഡ്നി വഴി നടക്കുന്ന റിയാക്ഷൻ. സോ നോൺ റീനൽ ആണെങ്കിലോ നമ്മുടെ അതർ ദാൻ കിഡ്നി നടക്കുന്നത്. അപ്പൊ സലൈവ, സ്വെറ്റ്, മിൽക്ക്, ബൈല് ഇതൊക്കെ എക്സാമ്പിൾസ് ആണ് കേട്ടോ. അപ്പൊ നിങ്ങൾ ആദ്യം ഒരു ക്ലാസിഫിക്കേഷൻ എഴുതിയതിനു ശേഷം മാത്രമേ എന്ത് ചെയ്യാൻ പാടുള്ളൂ, ഡ്രഗ് എക്സ്ക്രീഷനെ പറ്റി നിങ്ങൾ വിശദീകരിക്കാനായിട്ട് പാടുള്ളൂ കേട്ടോ. സോ എന്താണ് ഡെഫിനേഷൻ? സോ എക്സ്ക്രീഷൻ എന്ന് പറയുന്നത് എന്താണ്? റിവേഴ്സിബിൾ ആണോ ഇറിവേഴ്സിബിൾ ആണോ? ഇറിവേഴ്സിബിൾ പ്രോസസ് ആണ്, നമുക്ക് തിരിച്ചു കൊണ്ടുവരാൻ പറ്റില്ല. സോ ഡ്രഗ് എക്സ്ക്രീഷൻ പ്രോസസ് ഓഫ് എലിമിനേറ്റിംഗ് ഡ്രഗ് ഓർ ദ മെറ്റബോളൈറ്റ് ഫ്രം ദ ബോഡി. ഒന്നെങ്കിൽ ഡ്രഗ് നമ്മളെ ബോഡിയിൽ നിന്ന് എലിമിനേറ്റ് ചെയ്യുന്നതോ അല്ലെങ്കിൽ അതിന്റെ മെറ്റബോളൈറ്റ്സ് നമ്മളെ ബോഡിയിൽ നിന്ന് റിമൂവ് ചെയ്യുന്ന പരിപാടിയാണ് നമ്മൾ എന്ത് പറയുക, ഡ്രഗ് എക്സ്ക്രീഷൻ എന്ന് പറയാം. സോ മേജർ പാത്വേ എന്താണ്? കിഡ്നി ആണ് അല്ലെ. പിന്നെ ലിവറും ഉണ്ട്, പ്രൈമറി ഓർഗൻസും ഒക്കെ എന്താണ്, കിഡ്നിയും ലിവറും തന്നെയാണ്. അതർ റൂട്ട് ഉണ്ട്, ഇൻഡസ്റ്റൈൻസ് ഉണ്ട്, സലൈവ, സ്വെറ്റ്, ബ്രസ്റ്റ് മിൽക്ക്, ലങ്സ് വഴി. ഇപ്പം കള്ളു കുടിക്കുന്ന ആൾക്കാർ അടുത്ത് വരുമ്പോൾ നമുക്ക് മണം കിട്ടത്തില്ല. അതെന്തുകൊണ്ടാണ്? അവരുടെ ലങ്സിലൂടെ ആൽക്കഹോള് എന്തിന്ന് എക്സ്ക്രീറ്റ് ആവുന്നതാണ്. അതുകൊണ്ടാണ് നമുക്ക് ആ ഒരു വാട കിട്ടുന്നത്. ഓക്കെ, അപ്പം ഞാൻ ഓൾറെഡി പറഞ്ഞു, റീനൽ റൂട്ടായി, നോൺ റീനൽ റൂട്ടായി. എളുപ്പമായില്ലേ? ഇനി ഫോം ഓഫ് എക്സ്ക്രീഷൻ ആണ്. ഡ്രഗ് എക്സ്ക്രീറ്റ് ചെയ്യുന്നത് ലൈക്ക് മെറ്റബോളൈറ്റ്സ് ആയിട്ട് തന്നെയാണ്. കാര്യം ആക്റ്റീവ് ഇനാക്റ്റീവ് ആയിട്ട് എന്താണ്, മെറ്റബോളൈറ്റ്സ് ആയിട്ടാണ്. ഒന്നെങ്കിൽ അത് ആക്റ്റീവായിട്ട് തന്നെ പോകാം അല്ലെങ്കിൽ ഇനാക്റ്റീവായിട്ടും പോകാം എന്നുള്ളതാണ്. ഡിപ്പെൻസ് ആണ് കേട്ടോ. അപ്പൊ രണ്ടും രണ്ട് രീതിയിലാണ് പോകുന്നത്. അപ്പൊ മനസ്സിലായില്ല എക്സ്ക്രീഷൻ എന്താന്ന്? അപ്പൊ ഇറിവേഴ്സിബിൾ ആണ്, പുറത്ത് പോവാണ്. സോ രണ്ട് റൂട്ട് ഞാൻ പറഞ്ഞു. എക്സ്ക്രീഷൻ എന്ന് പറഞ്ഞാൽ ഒന്നെങ്കിൽ ആക്റ്റീവായിട്ടോ അല്ലെങ്കിൽ ഇനാക്റ്റീവായിട്ടോ പുറത്ത് പോകാം എന്നുള്ളതാണ്. സോ റിയൽ എക്സ്ക്രീഷൻ ഓഫ് ഡ്രഗ് എങ്ങനെ നടക്കുന്നു എന്നുള്ളതാണ്. സോ നമ്മുടെ കിഡ്നിക്കകത്ത് ഗ്ലോമറൽ ഫിൽട്രേഷൻ, ട്യൂബുലർ സെക്രീഷൻ, ട്യൂബുലർ റീഅബ്സോർപ്ഷൻ ഒക്കെ നിങ്ങൾക്ക് അറിയാം എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. സോ ഗ്ലോമറൽ ഫിൽട്രേഷൻ. സോ എബൌട്ട് 1/5 ഓഫ് പ്ലാസ്മ റീച്ച് ദ ഗ്ലോമറുലാസ് ഈസ് ഫിൽട്ടർഡ്. ഗ്ലോമറുലയിൽ വരുന്ന ഏകദേശം 1/5 ഓഫ് പ്ലാസ്മ എന്ത് ചെയ്യാറുണ്ട്, ഫിൽട്ടർ ചെയ്യാറുണ്ട്. ഇൻക്ലൂഡ് ഫ്രീ ഡ്രഗ് ആൻഡ് വാട്ടർ സോലബിൾ ഡ്രഗ്. അവിടെ ഫ്രീ ഡ്രഗും എന്ത് ചെയ്യാറുണ്ട്, വാട്ടർ സോലബിൾ ഡ്രഗും ഫിൽട്ടർ ചെയ്യാറുണ്ട്. നെക്സ്റ്റ് വൺ ഈസ് ട്യൂബുലർ സെക്രീഷൻ ആണ്. അവിടെ ആക്റ്റീവ് സെക്രീഷൻ നടക്കുക, അതായത് ചില ഡ്രഗുകൾ റീനൽ ട്യൂബ്യൂൾസിൽ ആക്റ്റീവ്ലി സെക്രീറ്റ് ചെയ്യുന്നു. അവിടെ എന്ത് ചെയ്യുന്നു, എലിമിനേഷൻ നടക്കുന്നു. അപ്പം നമ്മുടെ ട്യൂബുലർ സെക്രീഷനിൽ എലിമിനേഷൻ ഫേസ് ആൻഡ് ട്യൂബുലർ റീഅബ്സോർപ്ഷൻ. അവിടെ ലിപ്പിഡ് സോലുബിളും നോൺ അയണസ് ഡ്രഗും, ശ്രദ്ധിക്കണം, ലിപ്പിഡ് സോലുബിളും നോൺ അയൺ ഡ്രഗുകളും ചിലപ്പോൾ റീഅബ്സോർബ് ചെയ്യാം. ഓൾറെഡി എക്സ്ക്രീറ്റ് ചെയ്തു, എക്സ്ക്രീറ്റ് ചെയ്ത ഡ്രഗ് തിരിച്ചു വന്നപ്പോൾ അതിൽ അൺഅയണൈസ്ഡും അല്ലെങ്കിൽ നോൺ അയണൈസ്ഡും ലിപ്പിഡ് സോലുബിൾ ഡ്രഗ് എന്ത് ചെയ്യാറുണ്ട്, തിരിച്ച് റീഅബ്സോർബ് ചെയ്യാം. എന്നാൽ പോളർ കോമ്പൗണ്ട്സ് എന്ത് ചെയ്യാറുണ്ട്, എക്സ്ക്രീറ്റ് ചെയ്യാറുണ്ട്. ഈ ബൗണ്ടഡ് ഡ്രഗ്സ് ഒക്കെ എക്സ്ക്രീറ്റ് ചെയ്ത് പോകാറുണ്ട് എന്നുള്ളത്. അപ്പം മൂന്നാണ് പറഞ്ഞത്. ഗ്ലോമറൽ ഫിൽട്രേഷൻ പറഞ്ഞു, ഫിൽട്രേഷൻ നടക്കുന്നു. ഫ്രീ ഡ്രഗുകൾ, വാട്ടർ സോലബിൾ സബ്സ്റ്റൻസും എല്ലാം ഫിൽട്ടർ ചെയ്യുന്നു. ആൻഡ് ട്യൂബുലർ സെക്രീഷൻ പറഞ്ഞു, ആക്റ്റീവ്ലി എലിമിനേഷൻ ഫേസിലേക്ക് പോകുന്നു. ആൻഡ് ട്യൂബുലർ റീഅബ്സോർപ്ഷൻ പറഞ്ഞു, അവിടെ എന്തെങ്കിലും തിരിച്ച് കൊണ്ടുവരാനായിട്ട്, തിരിച്ച് അബ്സോർബ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നു. എന്തൊക്കെ, ലിപ്പിഡ് സോലുബിൾ ഡ്രഗും നോൺ അയണൈസ്ഡ് ഡ്രഗും തിരിച്ചു കൊണ്ടുവരാൻ ശ്രമിക്കുന്നു. സോ നെക്സ്റ്റ് വൺ ഈസ് ബൈലറി എക്സ്ക്രീഷൻ ഓഫ് ഡ്രഗ് ആണ്. ഇത് നോൺ റീനൽ ആണ്. സോ ബേസിക്കലി ഡ്രഗ് വിത്ത് മോളിക്കുലർ വെയിറ്റ് 300 gram per mole and other polar and lipophilic group are more likely to excrete in bile. സോ ഞാൻ ഓൾറെഡി പറഞ്ഞു, ബൈല് വഴിയും എക്സ്ക്രീറ്റ് ആകാറുണ്ട് അല്ലെ. അപ്പം ഡ്രഗ് മോളിക്കുലർ വെയിറ്റ് 300 gram per mole ആണെങ്കിലും അല്ലെങ്കിൽ അതിനേക്കാൾ താഴെ ഉള്ളതാണെങ്കിലും പിന്നെ ലിപ്പോഫിലിക് ഗ്രൂപ്പ് ഉള്ളതും അല്ലെങ്കിൽ പോളാർ ആയതായാലും അതൊക്കെ എന്തുകൊണ്ട് ബൈല് വഴി എക്സ്ക്രീറ്റ് ചെയ്ത് പോവാറുണ്ട്. സോ അവിടെ ആക്റ്റീവ് ട്രാൻസ്പോർട്ട് നടക്കാറുണ്ട്. ആക്റ്റീവ് ട്രാൻസ്പോർട്ട് മീൻസ് എന്തറിയാലോ, അവിടെ എനർജി എടുക്കുന്ന പരിപാടിയാണ്, എഗെയിൻസ്റ്റ് കോൺസെൻട്രേഷൻ ഗ്രേഡിയന്റ് ആണ്. അപ്പൊ എനർജി എടുക്കുന്ന പരിപാടിയാണ്. അപ്പൊ ബൈലറി എക്സ്ക്രീഷൻ നടക്കുന്നത് സെക്രട്ടറി ട്രാൻസ്പോർട്ട് വഴിയിട്ടാണ്. ബൈലറി എപ്പിത്തീലിയം, നമുക്ക് ബൈലറി എപ്പിത്തീലിയംസ് ഉണ്ട്. സോ ഈ ബൈലറി എപ്പിത്തീലിയത്തിലൂടെയൊക്കെ ഡ്രഗ് പോകുന്നത് എഗെയിൻസ്റ്റ് കോൺസെൻട്രേഷൻ ഗ്രേഡിയന്റ്. നമ്മൾ നേരത്തെ പറഞ്ഞ ഹയർ ടു ലോവർ അല്ല, ലോവർ ടു ഹയറിലേക്ക് ഡ്രഗ് മൂവ് ആവുന്നു. അതിന് നമ്മൾ ആക്റ്റീവ് ട്രാൻസ്പോർട്ട് എന്ന് പറയുന്നത്. സോ നെക്സ്റ്റ് വൺ ഇസ് കോൺജുഗേഷൻ ആണ്. സോ കോൺജുഗേഷൻ ബേസിക്കലി ഗ്ലൂക്രോണിക് ആസിഡ് ഒക്കെയാണ് ബേസിക്കലി കോൺജുഗേഷൻ വഴി നടക്കുക. പിന്നെ അത് മാത്രമല്ല ബൈലറി എക്സ്ക്രീഷൻ ഓഫ് ഡ്രഗും മെറ്റബോളിസും എല്ലാം ഗ്ലൂക്രോണിക് ആസിഡ് വഴിയിട്ടാണ് നമുക്ക് കോൺജുഗേഷൻ നടക്കുന്നത് കേട്ടോ. സോ കോൺജുഗേഷൻ ഓൾറെഡി പറഞ്ഞു, ഓർമ്മ ഉണ്ടല്ലോ അല്ലേ. സോ ഇനി നെക്സ്റ്റ് പറഞ്ഞ എൻറ്ററോ ഹെപ്പാറ്റിക് സർക്കുലേഷൻ ആണ്. ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ്. മിക്കവാറും 2 മാർക്കിനൊക്കെ ചോദിക്കാനുള്ള ചാൻസ് ഉണ്ട്. എന്താണ് എൻറ്ററോ ഹെപ്പാറ്റിക് സർക്കുലേഷൻ? സം ഡ്രഗ് എക്സ്ക്രീറ്റ് ഇൻ ബൈൽ മേ ബി റീഅബ്സോർബ് ഇൻ ഇൻറ്റസ്റ്റൈൻ. സോ ചില ഡ്രഗുകൾ ബൈല് വഴി എക്സ്ക്രീറ്റ് ചെയ്ത് പുറത്തേക്ക് പോകും. എന്നാൽ ഇത് തിരിച്ചു വന്ന് നമ്മുടെ ഇൻറ്റസ്റ്റൈനിൽ കൂടെ റീഅബ്സോർപ്ഷൻ നടക്കും. ആൻഡ് അതുകൊണ്ട് തന്നെ ആ ഡ്രഗ് നമ്മളെ ബോഡിയിൽ കുറേ നേരം അവൈലബിൾ ആയിരിക്കും. അതിനെയാണ് നമ്മൾ എൻറ്ററോ ഹെപ്പാറ്റിക് സർക്കുലേഷൻ പറയാം. ഒന്നും കൂടെ പറയാം, ഡ്രഗ്
ബോഡിയിൽ ബൈല് വഴി എക്സ്ക്രീറ്റ് ആവുന്നു. ഇറ്റ് വിൽ ബി റീഅബ്സോർബ് ത്രൂ ഇൻറ്റസ്റ്റൈൻ ആൻഡ് പ്രൊലോങ് ദ പ്രസൻസ് ഇൻ ദ ബോഡി. എളുപ്പമല്ലേ? ഇതാണ് ബൈലറി എക്സ്ക്രീഷൻ ഓഫ് ഡ്രഗ്. ഇത് ഇത്രയും മനസ്സിലാക്കി വെക്കുക. ഇത്രയും പോയിന്റ്സ് എഴുതിയാൽ മാത്രമേ നിങ്ങൾക്ക് മിനിമം ഒരു 5 മാർക്കെങ്കിലും കിട്ടുള്ളൂ. ഇനി ഫാർമക്കോകൈനറ്റിക് കൺസെപ്റ്റ് ഇൻ ഡ്രഗ് എലിമിനേഷൻ. ഡ്രഗ് എലിമിനേഷനിൽ കുറച്ച് ഫാർമക്കോകൈനറ്റിക് പ്രോപ്പർട്ടി. ഇപ്പൊ ഇത്ര നമ്മൾ ഡൈനാമിക്കാ പറഞ്ഞു അല്ലേ? കാരണം നമ്മൾ കുറച്ച് ഡൈനാമിക് പറഞ്ഞു, കുറച്ച് കൈനറ്റിക് പറഞ്ഞു. എന്നാൽ പ്യുവർലി നമ്മൾ കൈനറ്റിക് പറയാൻ പോവാം കേട്ടോ. സോ ഫസ്റ്റ് ഓർഡർ കൈനറ്റിക്സ് ആ പറയാൻ പോകുന്നത്. ദ റേറ്റ് ഓഫ് ഡ്രഗ് എലിമിനേഷൻ ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷൻ ടു ഡ്രഗ് കോൺസെൻട്രേഷൻ. അതായത് നമ്മളെ ബോഡിയിൽ നിന്ന് എത്ര ഡ്രഗ് പുറത്തേക്ക് പോകുന്നു അത് ഡയറക്ട്ലി പ്രൊപ്പോർഷനിലായിരിക്കും നമ്മുടെ ബോഡിയിലുള്ള ഡ്രഗ്. അല്ലേ? ശരിയല്ലേ? നമ്മളെ ബോഡിയിൽ നിന്ന് ഒരുപാട് ഡ്രഗ് പോയിക്കൊണ്ടിരിക്കുക. ദാറ്റ് മീൻസ് ഡ്രഗിന് അളവ് കുറയുന്നു അല്ലേ? ദ റേറ്റ് ഓഫ് ഡ്രഗ് എലിമിനേഷൻ ഡയറക്ട്ലി പ്രൊപ്പോർഷൻ ടു ഡ്രഗ് കോൺസെൻട്രേഷൻ അല്ലേ? എ കോൺസ്റ്റന്റ് ഫ്രാക്ഷൻ ഓഫ് ഡ്രഗ് ഈസ് എലിമിനേറ്റഡ് ഇൻ പെർ യൂണിറ്റ്. അതായത് നമുക്കറിയാം ഒരു കോൺസ്റ്റന്റ് ആയിട്ട് ഇപ്പം 1 മിനിറ്റിൽ 2 ഗ്രാം, 2 മിനിറ്റിൽ 4 ഗ്രാം, 4 മിനിറ്റിൽ 6 ഗ്രാം, അങ്ങനെ നമുക്കൊരു കോൺസ്റ്റന്റ് ആയിട്ടുള്ള ഒരു യൂണിറ്റ് ടൈം പ്രകാരമാണ് പോകുന്നത്. ഈ നമ്പർ തെറ്റാണ്, ഞാൻ ചുമ്മാ ഒരു നമ്പർ പറഞ്ഞു എന്നേ ഉള്ളൂ. അതുകൊണ്ട് അയ്യോ നമ്പർ പറഞ്ഞ തെറ്റല്ലേ എന്ന് വിചാരിക്കരുത്. ഒരു കോൺസ്റ്റന്റ് ആയിട്ട് നമുക്ക് മരുന്ന് പൊക്കോണ്ടേ ഇരിക്കും. ആൻഡ് നെക്സ്റ്റ് വൺ ഈസ് സീറോ ഓർഡർ കൈനറ്റിക്സ്. സോ റേറ്റ് ഓഫ് എലിമിനേഷൻ ഈസ് കോൺസ്റ്റന്റ് റിഗാർഡ്ലെസ് ഓഫ് ഡ്രഗ് കോൺസെൻട്രേഷൻ. അതായത് റേറ്റ് ഓഫ് എലിമിനേഷൻ, നമ്മുടെ ബോഡിയിൽ നിന്ന് പോകുന്ന ഡ്രഗിന്റെ റേറ്റ് ഓഫ് എലിമിനേഷൻ എന്ന് പറയുന്നത് കോൺസ്റ്റന്റ് ആയിരിക്കും റിഗാർഡ്ലെസ് ഓഫ് ഡ്രഗ് കോൺസെൻട്രേഷൻ. ഇപ്പം നമ്മളെ ബോഡിയിൽ എത്ര ഡ്രഗിന്റെ കോൺസെൻട്രേഷൻ ഉണ്ട് എന്നുള്ളതിലല്ല കാര്യം. അല്ലെങ്കിൽ നമ്മളെ ബോഡിയിൽ 2 ഗ്രാമേ ഉള്ളൂ, അതുകൊണ്ട് ഒരു കാര്യം ചെയ്യും, ഇപ്പം ചെയ്യണ്ട, പിന്നെ എലിമിനേറ്റ് ചെയ്യാം എന്നുള്ളതല്ല. അത് മെറ്റബോളിസം കഴിഞ്ഞു എലിമിനേഷനിലേക്ക് നിൽക്കുവാണെങ്കിൽ അതൊരു കോൺസ്റ്റന്റ് ടൈമിൽ എലിമിനേറ്റ് ചെയ്തുകൊണ്ടേയിരിക്കും. എ കോൺസ്റ്റന്റ് എമൗണ്ട് ഡ്രഗ് ഇസ് എലിമിനേറ്റ് പെർ യൂണിറ്റ് ടൈം. അതുകൊണ്ട് തന്നെ നമുക്ക് ആ ഒരു സ്പെസിഫിക് ടൈമിൽ തന്നെ ഡ്രഗ് ബോഡിയിൽ നിന്ന് പൊയ്ക്കൊണ്ടേയിരിക്കും. ആൻഡ് നെക്സ്റ്റ് വൺ ഇസ് ഹാഫ് ലൈഫ്. ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ് മനസ്സിലാക്കി വെക്കുക. ദ ടൈം റിക്വയർഡ് ഫോർ ദ ഡ്രഗ് കോൺസെൻട്രേഷൻ പ്ലാസ്മ ടു ബി റിഡ്യൂസ്ഡ് ബൈ ഹാഫ്. അതായത് നമ്മളൊരു മരുന്ന് കഴിച്ചാൽ നമ്മളെ ബോഡിയിൽ ആ മരുന്ന് പകുതിയാകാൻ എടുക്കുന്ന അല്ലെങ്കിൽ നമ്മളെ ബ്ലഡിൽ പകുതിയാകാൻ എടുക്കുന്ന സമയത്തിനെയാണ് നമ്മൾ ഹാഫ് ലൈഫ് എന്ന് പറയുക. ഇത് ഡിപ്പെൻഡ് ചെയ്യുന്നത് നമ്മളെ ബോഡിയിലെ പ്ലാസ്മ എത്രത്തോളം ഡ്രഗ് അബ്സോർബ് ചെയ്യുന്നു, എത്രത്തോളം എലിമിനേറ്റ് ചെയ്യുന്നു എന്ന് ബന്ധപ്പെട്ടാണ് ഇരിക്കുക. അതായത് ഇപ്പോൾ എക്സാമ്പിൾ നമ്മളെ ബോഡിയിൽ എത്രത്തോളം എലിമിനേറ്റ് ചെയ്യുന്നുണ്ടോ അത്രത്തോളം ഹാഫ് ലൈഫ് കുറഞ്ഞ് വരും. ഓക്കെ, അതിനാണ് നമ്മൾ ഹാഫ് ലൈഫ് എന്ന് പറയുക. അപ്പം ഫസ്റ്റ് ഓർഡർ പറഞ്ഞു ഡയറക്ട്ലി പ്രൊപ്പോർഷൻ ടു എലിമിനേഷൻ, സീറോ ഓർഡർ പറഞ്ഞു എ കോൺസ്റ്റന്റ് എമൗണ്ട് ഓഫ് ഡ്രഗ് എലിമിനേഷൻ, ഹാഫ് ലൈഫ് പറഞ്ഞു ബീങ് ഹാഫ് ഓഫ് ദ ഡ്രഗ് ഓഫ് അബ്സോർബ്ഡ്. അപ്പോൾ ഇത്രയാണ്. ഞാൻ ഇപ്പോഴും പറയുന്നു, റെഫറൻസ് ടെക്സ്റ്റ് വായിക്കും മക്കളെ, വായിക്കാതെ ഒരു വഴിയില്ല. കാര്യം ഇത് ജസ്റ്റ് നിങ്ങൾക്ക് മനസ്സിലാക്കാം, എല്ലാ കൺസെപ്റ്റും മനസ്സിലാക്കി വെക്കാം, എന്താണെന്ന് മനസ്സിലാക്കി വെക്കാം. പക്ഷേ ഇതിൽ എവിടെയെങ്കിലും ഒക്കെ നമുക്ക് മെഡിസിൻ കെമിസ്ട്രിയിലും പഠിക്കാനുള്ളത് കൊണ്ട് നമുക്ക് ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻ്റ് ആണ്. അതുകൊണ്ട് പഠിക്കാതെ പോകരുത്. അപ്പം നെക്സ്റ്റ് വേണം, അത് ലാസ്റ്റ് വീഡിയോ ആണ്, അതോടെ തീരുവാണ്. അപ്പം ഇറ്റ്സ് മീ സൈനിങ് ഓഫ്. അപ്പം അടിപൊളിയായിട്ട് പഠിക്കുക. താങ്ക് യു.